Dear students, welcome back. We will do some more problems on areas in polar coordinates. We know area A of the region R bounded by the graphs of R equal to f of theta, theta equal to alpha and theta equal to beta is given by integral alpha to beta half r square d theta. ഇനി നോക്കാം next question. Find the area inside the smaller loop of the limacon r equal to 1 plus 2 cos theta. അപ്പോൾ നമ്മൾ ഈ കർവ് നമ്മൾ മുമ്പ് വരച്ചതാണ്. ഓക്കെ, ഇതിൻ്റെ ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലിമക്കൺ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, ഈ ഇന്നർ ലൂപ്പ്, ലിമക്കണ്ണിന് ഒരു ഇന്നർ ലൂപ്പ് ഉണ്ട്. ഈ ലിമക്കണ്ണ് ഓക്കെ, അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയയാണ് കാണേണ്ടത്. എങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആ ഏരിയ ഏതൊക്കെ രണ്ട് റേസിന് ഇടക്കാണ്. അപ്പോൾ നോക്കുക, ഈ ലിമക്കൺ തീറ്റ ഈക്വൽ ടു 0 ആംഗിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഈ പോളിലെത്തുന്ന ഓക്കെ ഫസ്റ്റ് പോയിന്റിന്റെ തീറ്റ എന്തിന് ഈക്വലാണോ? അപ്പോൾ അത് കിട്ടാൻ നമുക്ക് r ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ 1 plus 2 cos theta equal to 0 gives cos theta minus 1/2. So what is theta? Okay, 2π/3. അപ്പോൾ നോക്കുക, എങ്കിൽ ഇവിടെ എത്തുമ്പോഴുള്ള തീറ്റ 2π/3 ആണ്. വീണ്ടും ആ കർവ് ഇങ്ങനെ പോയിട്ട് തിരിച്ച് വീണ്ടും പോളിലെത്തുമ്പോഴുള്ള ഓക്കെ തീറ്റ എന്താണ്? കോസ് തീറ്റ മൈനസ് 1/2 ആകുന്ന നെക്സ്റ്റ് തീറ്റ ഏതാണ്? 4π/3. ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കുക, ആ രണ്ട് റേസിന് ഇടക്കാണ് ഈ ഏരിയ. തീറ്റ ഈക്വൽ ടു 2π/3 ആൻഡ് തീറ്റ ഈക്വൽ ടു 4π/3. സോ വാട്ട് ഈസ് ദ റിക്വയർഡ് ഏരിയ? Integral 2π/3 to 4π/3 half r square d theta. ഇനി നോക്കുക, by symmetry the required area is double the area of the smaller loop okay lying below the polar axis. അപ്പോൾ പോളാർ ആക്സിസിന് ബിലോ ഉള്ള പാർട്ട് എടുക്കുക. ആ ബിലോ പാർട്ടിന്റെ ഏരിയയുടെ ഡബിൾ ആണ് ദ റിക്വയർഡ് ഏരിയ. അപ്പോൾ ആ ബിലോ പാർട്ട് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 2π/3 മുതൽ, ശ്രദ്ധിക്കണം, ഇവിടെ ഈ പോയിന്റ് തീറ്റ ഫസ്റ്റ് ടച്ച് ചെയ്യുന്ന പോയിന്റ് തീറ്റ ഈക്വളിൽ ഇവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് തീറ്റ 2π/3 ആണ്. നെക്സ്റ്റ് അത് ഇവിടെ വന്നിട്ട് വീണ്ടും പോളാർ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന തീറ്റ എന്ന് പറയുന്നത് പൈ ആയിരുന്നു. ഓക്കെ, നമ്മൾ വരച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. തീറ്റ പൈ ആണെങ്കിൽ വാട്ട് ഈസ് ആർ? -1. അപ്പോൾ തീറ്റ പൈ എന്നുള്ള ലൈൻ ഇതാണ്. അപ്പോൾ -1 ആണ് ആറെങ്കിൽ ഓപ്പോസിറ്റ് റേയിൽ 1. അപ്പോൾ ഇവിടെ എത്തും. ഓക്കെ, എങ്കിൽ ഈ നോക്കുക, ബിലോ വരുന്ന പാർട്ടിൽ തീറ്റ വാരീസ് ഫ്രം 2π/3 to π. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. ഒന്ന്, ഈ ഇന്നർ ലൂപ്പ് ഏതൊക്കെ രണ്ട് റേസിന് ഇടക്കാണോ? ഓക്കെ, എന്താ ഏതൊക്കെ റേസിന് ഇടക്കാം? തീറ്റ ഈക്വൽ ടു 2π/3 മുതൽ തീറ്റ ഈക്വൽ ടു 4π/3 വരെ. അത് കിട്ടുന്നത് നമുക്ക് r ഈക്വൽ ടു 0 കൊടുത്താൽ കോസ് തീറ്റ മൈനസ് ഹാഫ്. അപ്പോൾ തീറ്റ 2π/3 ഓർ 4π/3. ഇനി നെക്സ്റ്റ് നോക്കുക, അത് വെച്ചുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലെങ്കിൽ സിമ്മട്രി പ്രകാരം ഓക്കെ പോളാർ ആക്സിസിന് ബിലോ ഉള്ള ഏരിയയുടെ ഡബിൾ ആണ് ദ റിക്വയർഡ് ഏരിയ. അപ്പോൾ ബിലോ ഉള്ള പോർഷന്റെ തീറ്റ വേരിയേഷൻ അല്ലെങ്കിൽ ബിലോ ഉള്ള പോർഷൻ ഏതൊക്കെ രണ്ട് റേസിന് ഇടക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? തീറ്റ ഈക്വൽ ടു 2π/3 മുതൽ തീറ്റ ഈക്വൽ ടു പൈ വരെ. അതെങ്ങനെയാണെന്ന് ക്ലിയർ ആയിരിക്കണം. കാരണം തീറ്റ പൈ ആണെങ്കിൽ r ഈക്വൽ ടു -1, അപ്പോഴാണ് ഈ പോയിന്റിൽ എത്തുക. ഓക്കെ, അപ്പോൾ നോക്കുക, വാട്ട് ഈസ് ദ ഏരിയ? ഇന്റഗ്രൽ 2 ടൈംസ് ഇന്റഗ്രൽ 2π/3 to π half r square d theta. ഓക്കെ, അപ്പോൾ ഹാഫിന് 2 കട്ട് ചെയ്തു. അപ്പോൾ ഇന്റഗ്രൽ 2π/3 to π r square d theta. വാട്ട് ഈസ് r square? 1 plus 2 cos theta all square. അത് എക്സ്പാൻഡ് ചെയ്തു. cos square theta ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ 1 plus cos 2 theta by 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഫൈനലി ഇതാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. 3യുടെ ഇൻറ്റഗ്രൽ 3 തീറ്റ, 4 കോസ് തീറ്റയുടെ ഇൻറ്റഗ്രൽ സൈൻ തീറ്റ, 2 കോസ് 2 തീറ്റയുടെ ഇൻറ്റഗ്രൽ 2 ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ 2, ടോട്ടൽ സൈൻ 2 തീറ്റ. ലിമിറ്റ്സ് 2π/3 മുതൽ പൈ. ഓക്കെ, കൊടുത്താൽ നോക്കുക, പൈ കൊടുക്കുമ്പോൾ ഓക്കെ 3π ഇത് രണ്ടും 0 ആയിട്ട് മാറി. 2π/3 കൊടുക്കുമ്പോൾ ഇത്രയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ റെക്ടാങ്കുലർ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ
r equal to 4 cos theta and use it to find its area. Next, find the area of the circle of part A by integration. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മുമ്പ് ചെയ്തൊരു ചോദ്യമാണ്, ഇതൊരു സർക്കിളാണ്. കാരണം r equal to cos theta implies r square, രണ്ട് ഭാഗത്തും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ r square equal to 4r cos theta. r square is x square plus y square, r cos theta is x. അപ്പോൾ ഇതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 2 0 ആൻഡ് റേഡിയസ് 2. So what is its area? Pi r square. Radius 2 ആണ്. So area is 4 pi. ഇനി നമുക്ക് ഇൻറ്റഗ്രേഷനിലൂടെ ആ സർക്കിളിൻ്റെ ഏരിയ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റർ എക്സ് ആക്സിസിലാണ് 2 0, റേഡിയസ് എത്രയാണ് 2. ഓക്കെ, എങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ ഇൻറ്റഗ്രേഷനിലൂടെ എത്രയാണ് വരിക? അപ്പോൾ ആ സർക്കിളിൻ്റെ ഫിഗർ ഒന്ന് മനസ്സിൽ കാണാം. ഓക്കെ, എക്സ് ആക്സിസിൽ റേഡിയസ് 2, സെൻറ്റർ 2 0. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോളാർ ആക്സിസിന് എബോവ് ഉള്ള ഏരിയയുടെ ഡബിൾ ആണോ? ഓക്കെ, ടോട്ടൽ ഏരിയ. അപ്പം 2 times. ഇനി പോളാർ ആക്സിസിന് എബോവ് വരുന്ന ഏരിയ തീറ്റ 0 മുതൽ π/2 വരെയാണ്. കാരണം 4 cos തീറ്റ 0 എന്ന് പറയുമ്പോൾ തീറ്റ ഈക്വൽ ടു π/2 ആണ്. അപ്പം π/2 വരെയാണ്. അപ്പം 2 times ഇൻറ്റഗ്രൽ 0 to π/2 ഹാഫ് r square d തീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 4 pi എന്ന് കിട്ടി. 4 pi എന്നേ കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏരിയ നമ്മൾ നമുക്ക് റെക്റ്റാങ്കുലർ ഫോം ഉപയോഗിച്ചും കണ്ടു, അതുപോലെ ഇൻറ്റഗ്രേഷനിലൂടെയും കണ്ടു. നെക്സ്റ്റ്, വൺ മോർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഗിവൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ നമുക്ക് ഈ കർവിൻ്റെ ഇക്വേഷൻ r equal to തീറ്റയാണ്. ഓക്കെ, ഇനി തീറ്റ വാരി ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് തീറ്റ ഇത് 0, തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ തീറ്റ ഈക്വൽ ടു എത്രയാണ്? 3 π/2. സോ വാട്ട് ഈസ് ദ റിക്വയർഡ് ഏരിയ? ഇൻറ്റഗ്രൽ 0 to 3 π/2 ഹാഫ് r square d തീറ്റ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ മാത്രം കണ്ടാൽ മതി. ഇതൊരു കാർഡിയോയിഡ് ആണ്. r equal to 1 - cos theta. അപ്പോൾ ഈ പോയിന്റിൻ്റെ ഈ റേ അതുപോലെ ഈ റേ, അപ്പോൾ ഇതാണ് തീറ്റ ഈക്വൽ ടു ആൽഫ, ഇതാണ് തീറ്റ ഈക്വൽ ടു ബീറ്റ. അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് റിസൾട്ട്, ഏരിയ ബൗണ്ടഡ് ബൈ 2 ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ നോക്കുക, കൺസിഡർ ദ റീജിയൻ R ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ്സ് ഓഫ് ദ പോളാർ ഇക്വേഷൻസ് r equal to f of theta and r equal to g of theta and the rays theta equal to alpha and theta equal to beta, where f theta greater than or equal to g theta greater than or equal to 0 and 0 less than or equal to beta minus alpha less than or equal to 2 pi എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 2 പൈനേക്കാൾ ഒക്കെ ചെറുതാവണം, ഈക്വൽ വരെ ആവാം. Then the area A of the region R is found by subtracting the area of the region inside R equal to g of theta from the area of the region inside R equal to f of theta. അപ്പോൾ നമുക്ക് ഈ f of theta ഫോം ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ എന്താണ്? ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ആർ സ്ക്വയർ എഫ് ഓഫ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ. അതിൽ നിന്ന് ജി തീറ്റയുടെ ഏരിയ ഉണ്ടാക്കുന്ന റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അത് സബ്ട്രാക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് ഇൻറ്റു എഫ് തീറ്റ സ്ക്വയർ മൈനസ് ജി തീറ്റ സ്ക്വയർ ഡി തീറ്റ. അപ്പം ഇതാണ് ഏരിയ ബൗണ്ടഡ് ബൈ 2 പോളാർ കേർവ്സ്. ഓക്കെ, അവിടെ എഫും ജിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്താണ്? ജി തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് തീറ്റ, ജി തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് തീറ്റ എങ്കിൽ ഇതാണ് റിക്വയർഡ് ഏരിയ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ദാറ്റ് ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ r equal to 3. നമുക്കറിയാം r equal to 3 ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദ പോൾ റേഡിയസ് 3. ഇതാണ് ഈ റെഡ് കളറിൽ വരച്ചതാണ് r equal to 3. And inside the cardioid r equal to 2 plus 2 cos theta. ഇത് ശരിക്കും 2 into 1 plus cos theta എന്നാണ്. ഓക്കെ, അപ്പോൾ ജനറലി r equal to a into 1 plus cos theta is a cardioid. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു കാർഡിയോയിഡ് ആണ്. ഇതാണ് അതിൻ്റെ ഷേപ്പ്. എങ്കിൽ ഏത് റീജിയൻ്റെ ഏരിയ ആണ് കാണേണ്ടത്? ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആൻഡ് ഇൻസൈഡ് ദ കാർഡിയോയിഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ റീജിയൻ. ഓക്കെ, ഇതാണ് ആ റീജിയൻ.
ഇനി നോക്കാം, ഇവിടെ തീറ്റ ഈക്വൽ ടു ആൽഫ മുതൽ തീറ്റ ഈക്വൽ ടു ബീറ്റ വരെയാണ് ഈ റീജിയൻ എങ്കിൽ നമുക്ക് ആൽഫ ബീറ്റ ഡിറ്റർമിൻ ചെയ്യണം. അതിന് ഈ കേർവ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ഈ രണ്ട് പോയിന്റ്സിലാണുള്ളത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് കാണാം. അത് നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി രണ്ട് കേർവ്സും കൂടെ സോൾവ് ചെയ്തു. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം? R equal to 3 and R equal to 2 plus 2 cos theta. So at the point of intersection we have 2 plus 2 cos theta 3. അപ്പോൾ cos theta 1/2. അപ്പോൾ തീറ്റ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 5/3. അപ്പോൾ തീറ്റ -5/3 മുതൽ തീറ്റ 5/3 വരെയാണ് നമ്മൾ റിക്വയർഡ് റീജിയൻ. ഇനി നോക്കാം, സിമ്മെട്രി പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ഡബിൾ ഓഫ് ദ റീജിയൻ എബോവ് ദ പോളാർ ആക്സിസ്. അപ്പോൾ നമുക്ക് പറയാം ഹാഫ് ഇൻറ്റു ദ റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ സിമ്മെട്രി പ്രകാരം നമുക്ക് അതിങ്ങനെ എഴുതാം, 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/3. എഫ് തീറ്റ സ്ക്വയർ മൈനസ് ജി തീറ്റ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ഇവിടെ എഫ് തീറ്റ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, അതിൻ്റെ സ്ക്വയർ ആണ്. മൈനസ് ജി തീറ്റ എന്ന് പറയുന്നത് 3, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 9. ഇത് എക്സ്പാൻഡ് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റിസൾട്ട് പറഞ്ഞു, ഏരിയ ബിറ്റ്വീൻ ടു കേർവ്സ്. അപ്പോൾ R equal to f of theta, R equal to g of theta, between the rays theta equal to alpha and theta equal to beta ആണെങ്കിൽ എഫ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി തീറ്റ ആയാൽ വാട്ട് ഈസ് ദ ഏരിയ? ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് തീറ്റ സ്ക്വയർ മൈനസ് ജി തീറ്റ സ്ക്വയർ ഡി തീറ്റ. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്